മറ്റേ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാർ അതിന് സമ്മതിക്കാതിരിക്കായിരുന്നു ഓൽക്ക് അറിയായിട്ടില്ല അത് അത് ഇയാൾ വന്നതിന്റെ ശേഷമാണ് കെ പി സാബ് വന്നതിന്റെ ശേഷമാണ് പള്ളി മദ്രസ ഒരു കോലത്തിൽ വന്നത്. അല്ലെങ്കിൽ എത്തേണ്ട മുറുക്കി തുപ്പി നമ്മളെ പള്ളിയൊക്കെ നമ്മൾ ഈ പള്ളികൾ കാച്ചിപ്പുറ പള്ളി ചെയ്യേണ്ടിന്നാ എൻ്റെ വാപ്പാട് വെച്ചുകൊണ്ട് പള്ളിയെ കാലത്ത് പഴയ കാലത്ത് ഓതാൻ പോയപ്പോൾ പള്ളിയെ കടക്കാൻ പറ്റിയിരുന്നത് തുപ്പിയിട്ട് ഈ മൂത്രപ്പേൻ്റെ ഉള്ളിൽ ഒരു ഓട്ടുണ്ടായിരുന്നു. ആ ഓട്ടയിൽ കൂടി തുപ്പിയിട്ട് പിന്നെ ചുന്നിപ്പള്ളിയെ കടക്കാൻ പറ്റിയിരുന്നു. അതിനൊക്കെ മാറ്റം വന്നത് അത് ഉറപ്പല്ല. എപ്പോഴാണ് ഇത് മാറ്റം വന്നതെന്നുള്ള ഉറപ്പല്ലേ. അതിൽ ആർക്കും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാര്യം. ഒരു വിഭാഗത്തിന് സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. അത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണയല്ല ഇപ്പോൾ ഇതൊക്കെ എല്ലാ രാജ്യത്തും. അയാളതിൻ്റെ തന്നെയാണ് ഒരു വണ്ടി ഉണ്ടായിരുന്നു ഇനി മൂല്യന്മാർക്ക് ഏതെങ്കിലും ആജന്മാരെ വണ്ടിയുടെ മേക്കൽ ഇങ്ങനെ ആ കാറ്റം പൊടിച്ചിക്കാണ്ട് അത് തുറച്ചു കൊടുത്തിക്കാണ്ട് ഇങ്ങനെ ഓല മുണ്ടോണ്ട് തുറച്ചു കൊടുത്തിരുന്നില്ല. ഒരു പഴയ കാലത്ത് തുറപ്പിച്ചിരുന്നില്ല. പിന്നെ മലക്കാട് വണ്ടി കസാലൊക്കെ തുറപ്പിച്ചിരുന്നില്ലേ എനിക്ക് ചെന്ന് തുറപ്പിച്ചത്. ഓല തലിക്കെട്ട് അയിമ തലിക്ക് തന്നെ ഉണ്ടെന്ന് ചോദിച്ചു. അതൊക്കെ ഏപ്പിന്നിൻ്റെ അതൊക്കെ നല്ല നാണമുള്ള തുണിക്കുപ്പായും നല്ലൊരു പള്ളിയും മദ്രസും പിന്നെ സ്ഥാപനങ്ങളും മറ്റാ ഈ പിന്നെ കോഴിക്കോട് മറ്റേ കോംപ്ലക്സ് അതൊക്കെ എത്താ ഇനി ഇയാൾ പോയാൽ എത്താൻ മക്കൾക്ക് കൊണ്ടിറക്കാൻ ബേജാറില്ല കൊണ്ടിറന്നു. അതായത് അത് ഉറപ്പല്ലേ. ഞാൻ അതൊക്കെ പോയി കണ്ടക്കുള്ളൂ. എനിക്ക് ഇനി നോളജ് സിറ്റി കാണാനുള്ളൂ. ഞാൻ ഈ മറ്റേ മർക്കസിലും ഓലെ കിച്ചനും ഓലെ ഇതൊക്കെ അതൊക്കെ കണ്ടക്കുള്ളൂ. സംഭവമല്ലേ ഇനി ആ ചെമ്പ് സംഭവമല്ലേ അവിടുത്തെ ആ ചെമ്പും ചാട്ടകവും. ഞാൻ വേഗം ഞാനിപ്പോ നോളജ് സിറ്റിക്ക് ഇപ്പൊ അടുത്ത് ഞാനിപ്പോ എൻ്റെ വണ്ടി എന്നാ ഞാൻ പോകും. പുതിയ വണ്ടി എന്നാ ഞാൻ പിന്നെ നോളജ് സിറ്റി നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് കാണണം. നമുക്ക് എസ് സമ്മേളനത്തിനുണ്ടേ അത് സംശയമില്ല. ഇവിടെ വണ്ടി നീ പറഞ്ഞു ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ പോയി പൊണ്ണ് കേക്ക് നല്ലത് നമുക്ക് അതിനല്ലേ നമുക്ക് അല്ല ഈ ശേഷ ബുദ്ധി നിൽക്കുന്നത്. നമുക്ക് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതൊക്കെ ഒന്നായി കാണാൻ ഒരു കമ്പം വലിയ കമ്പം. മുസ്ലിം എന്നുള്ളൊരു ഒറ്റ ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് APEക്ക് മുജാഹിദും ജമാഅത്ത് ഈ അണ്ടനും അറങ്ങോട്ടനും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് മുസ്ലിം എന്നുള്ളൊരു ഡബിളിൽ വന്നിട്ട് കാണാൻ വലിയൊരു ബുദ്ധി തമാസല്ല. ഞാൻ പലരോടും ഉണ്ട് പറഞ്ഞു പല ഇതിലുണ്ട് പല മുജാഹിദിൻ്റെ മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കെട്ട് ഇതിൽ ചില അഭിപ്രായ വ്യത്യാസം ചിലതൊക്കെ ഉണ്ട്. ഇന്നോട് ചെയ്യാത്തോട് ചെയ്യാതിരിക്കുക. അതിൻ്റെ പേരിലൊന്ന് മാറ്റി നിർത്താനും ഭ്രഷ്ട് കൽപ്പിക്കാനും പള്ളി വിഭജിക്കാനും നിന്നൊക്കെ അതൊക്കെ നമ്മുടെ അടുത്ത് വന്ന വീഴ്ചകളാണ്. അതൊക്കെ എന്നാണ് ഞാൻ അയാൾ സമുദായത്തിൻ്റെ നല്ലൊരു ഉന്നത ഒരു ജനറൽ ഇതുള്ള ഒരാളാണ്. അയാൾ ജനറൽ നോളജ് അറിയാം. അത് APക്കും പിന്നെ ഈ ഹക്കീം ഇതൊക്കെ ഞാൻ എല്ലാ പരിപാടി ഞാനും കംപ്ലീറ്റ് APൻ്റെ ഒരു പരിപാടി ഇല്ലാതെ ഞാൻ കാണുന്നുണ്ട്. എന്ത് പരിപാടി അയാൾ പോണതും അയാൾ മിസർക്ക് പോയതും മിസറിൽ ഇവരെ ഇവിടെ പോയി ഇപ്പം ഇത് സ്വീകരിക്കാതെ പോയില്ലേ ഈ ഒറ്റപ്പെടുക്കും അറിയാം മലേഷ്യയിൽ പോയതും വന്നതും അവിടെ മീറ്റിംഗ് കൂടിയതും ഭക്ഷണം കഴിക്കണതും വർത്താനം പറഞ്ഞതും അവിടുത്തെ രാജാനായിട്ട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കാണലില്ല. ഞാൻ എല്ലാം കാണും. ഇപ്പം ഇയാളത് കണ്ട് കാണാക്കുകയും മോദിയാരെ ഇപ്പം ദുബായിത്തെ ഇത് കണ്ട് ഇരിക്കുന്നു. ഇപ്പം ഞാൻ ഇത് അയാൾ ദുബായിൽ ഇപ്പം ഇതിൻ്റെ അയാൾ ദുബായി അല്ലേ ഞാൻ ഇതിന് ഇൻഷാല്ല ഞാൻ ഇവിടുന്ന് വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. നമുക്ക് എത്താൻ പോയിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് മറ്റൊക്കെ ഇങ്ങനെ ആളുകൾക്ക് പേരില്ലാത്തതുകൊണ്ട് പേരിൽ ഇപ്പം നമ്മളും പറഞ്ഞിട്ടുണ്ടാവും മുമ്പൊക്കെ നമ്മൾ APനൊക്കെ നമ്മളിപ്പോൾ തമാശ നമ്മളൊക്കെ അല്ല പൊറ്റപ്പെട്ട് പറ്റിയല്ലോ അഭിപ്രായമൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ പറഞ്ഞേക്കാറ്. അതൊക്കെ നമുക്കിപ്പോൾ അയാളെ ഇത് പറ്റും പറയേണ്ടത് ഇതൊക്കെ നിന്നിക്കേണ്ടെന്ന ഒരാവശ്യമില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ തമാശയിലൊക്കെ നമ്മൾ ഞാൻ ഇപ്പോൾ പറച്ചിലുമില്ല. മുമ്പൊക്കെ നമ്മൾ ആ ചുരത്താപ്പിൻ്റെ അന്ന് പറഞ്ഞതാണ്. ഇപ്പം അതില്ല. ഇപ്പം നമുക്ക് തനി നമുക്കിപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ചിലപ്പോൾ എൻ്റെ വണ്ടി കിട്ടിയാൽ ഞാൻ നോളജ് സിറ്റി പോകും. മാക്കൊക്കെ പങ്കെടുത്തൊക്കെ ഒന്ന് കാറ്റാണ്. ഇപ്പം നമുക്ക് 500,000 രൂപേൻ്റെ പെട്രോൾ ചിലവാകുമായിരിക്കും. പിന്നെ ആചാരം പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട്. നമുക്ക് പോവാം. നമുക്ക് ഒന്നാൻ്റെ കുട്ടികൾക്ക് മുടിക്കാണ്ട് മാക്കാണ്ട് പോവാം. അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ വർക്കിലൊക്കെ ഒന്ന് ഇരുന്ന് ഒന്നുമല്ല. ഇപ്പൊ ഒരു മോദിയുടെ കുട്ടി എൻ്റെ ഒരു പൈലറ്റ് ആയത് കണ്ടത് ഞാൻ അത് എത്രയോ ഇപ്പം നമ്മൾ ഈ മലപ്പുറത്ത് എവിടെയാണ് ബാപ്പ മൂല്യരാണ് പൈസയാണ്. അയാളെ മകളാണ് പിന്നെ ഇത് പൈലറ്റായി വന്നത്. 19 വയസ്സ് പ്രായമാണ്. എപ്പോഴും ഇന്ന് 2 വട്ടം ആവർത്തിച്ച് കണ്ടക്കണം ഞാൻ. അയാളെയും കണ്ടു. ആ മൂല്യരെ പെണ്ണുങ്ങൾ എന്തൊക്കെ പറഞ്ഞു പെണ്ണ് കേട്ടത്. ശരിക്കും പറഞ്ഞാല്
മൊയ്ലിയമാർക്ക് അന്തസ് ഉണ്ടാക്കി തന്നത് എ പി ഉസ്താദാണ്. സംശയമില്ലല്ലോ. അല്ലെങ്കിൽ മൂലമാരുടെ അവസ്ഥ തന്നെ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു മൂലമാർ ആ ചതിയും കാരണം ഓല തുണിമ കറായി പോയി എന്നല്ലാതെ തമാസല്ല. നേരെ ചോദ്യം തിന്നാൻ കൊടുക്കുന്നു മൂലന്മാർക്ക് ആൾക്കാർ ഈ ചർമ്മക്കൊക്കെ കൊടുക്കണം. തമാസല്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ മൂലന്മാരൊക്കെ ഈ മല്ലാക്കാം അന്ന് മല്ലാക്കാൻ പറഞ്ഞു മൂലയൊന്നും വിളിച്ചിട്ടുണ്ടായില്ല. എപ്പോഴാണ് ഉസ്താദ് എന്ന് വിളി തുടങ്ങിയത് ഈ AP മൂലയർ വന്നിട്ട് അത് മനസ്സിലാക്കി. മറ്റേ മൂലയര് മല്ലാക്കാന്നൊക്കെ എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ മല്ലാക്കാന്ന് വിളിച്ചില്ലല്ലോ. എ പി ഉസ്താദ് ഉസ്താദ് AP ഉസ്താദ് വന്നതിന്റെ ശേഷം മൂലന്മാർക്ക് ഉസ്താദ് എന്നല്ല. ഇപ്പൊ ആരേത് ഒരു മൂലവിട്ടാണ് നമ്മളെ ഉസ്താദ് ആ ഉസ്താദ് ഇരിക്കുന്ന ആളെ നമ്മള് പറയാ. മല്ലാക്ക കാര്യം ഇരിക്കുന്ന ആരെയും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഉസ്താദ് എന്ന് പറഞ്ഞത് ഈ AP വന്നതിന്റെ തന്നെയാണ്. പിന്നെ അന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പിന്നെ അന്ന് ഇതാക്കിയത് ലീഗിന്റെ ഇതിൽ വന്നിട്ടാണ് അന്ന് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ കാര്യങ്ങളാണ് ഇന്നും അതിന്റെ അടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സംശയമില്ല. ഇപ്പൊ ഇവര് മറ്റേ അതിർശ്ശേരിയും കിതിർശ്ശേരിയും അന്ന് ഇറങ്ങിപ്പോന്ന അതേ വിഷയത്തിന് ഇന്നും ഞാൻ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ കണ്ടിക്കാണ്ട് ഇന്നിപ്പോ മറ്റേതൊരു മൂല്യര് ഇവിടെ മുജാഹിദിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഖുർആൻ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. അവിടെ അതിർശ്ശേരി വന്നിട്ടുണ്ട് അവിടെ. അത് മാലിന്യതീക്ക് തള്ളി എന്നുള്ള അതേതിലാണ് വന്നേക്കുന്നത് മറ്റുള്ള പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ ശരി. ഈ വിവരം ഇയാൾ അന്നേ മുൻകൂട്ടി കണ്ട് എത്രയോ 89 ഞാൻ ഡേറ്റ് ഒക്കെ എന്റെ തന്നെ 89 അന്ന് ഇയാൾ പറഞ്ഞ കാരണത്താലാണ് ഈബലും ഇയാളും പാടെ. അല്ലാതെ ഖുർആനിലും സുന്നത്തുമുള്ള അഭിപ്രായ വ്യത്യാസത്തിന് തെറ്റിപ്പിരിഞ്ഞതല്ല. ഈബല് അന്ന് ഇയാള് പറഞ്ഞാണ് ഇത് ഈ പോക്ക് ശരിയല്ല ട്ടാ, നമ്മളെ അതിൽ നിക്കണം. രാഷ്ട്രീയം നമ്മളെ ലെവലിൽ നിക്കാഞ്ഞാൽ നമുക്ക് വരുന്ന ആ ആപത്താണ് ഇപ്പൊ ഒരു പൊരിക്കാണ്ട് നടക്കുന്നത്. ഇപ്പൊ ആണ്ടും കൊണ്ടും പറഞ്ഞതും ആ ഇപ്പൊ അലക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ കേട്ടിട്ട് എന്റെ ഇതിൽ ഞാൻ ഇപ്പൊ കേട്ട് ഇപ്പൊ ഇയാള് വന്നതും പിന്നെ ഇയാള്